Hello guys, welcome to my channel, Mr. Chef. Garam Masala. നമ്മളുടെ ഇന്ത്യൻ കുക്കിങ്ങിന്റെ ഏറ്റവും ഹാർട്ട് ആൻഡ് സോൾ എന്ന് പറയുന്നത് ഗരം മസാലയാണ്. നല്ലൊരു ഗരം മസാല മിക്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ കുക്കിങ്ങിന്റെ ഒരു 50% ഓൾറെഡി സക്സസ് ആണെന്ന് നമുക്ക് കൺഫേം ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ്, നമ്മളുടെ ഗരം മസാല നമ്മളുടെ മാർക്കറ്റിൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലെ ചെറിയ കടകളിലെല്ലാം കിട്ടും, എന്തിന് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കണമെന്ന്. അതിന് ഉള്ള ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഗരം മസാലയ്ക്ക് എപ്പോഴും ഫ്ലേവർ കൂടുതലുണ്ട്, ടേസ്റ്റ് കൂടുതലുണ്ട്. ഇതിൽ കെമിക്കൽസ് ആഡ് ചെയ്യാത്തതാണ്. ഇൻ ടേംസ് ഓഫ് ഹെൽത്ത് വൈസ് ആയാലും ടേസ്റ്റ് വൈസ് ആയാലും ഇത് ഫാർ ബെറ്റർ ക്വാളിറ്റി ഉള്ളതായിരിക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എൻ്റെ ഓൺ ഗരം മസാല മിക്സ് ആണ്, റെസിപ്പിയാണ്. എനിവേ നമുക്ക് നമ്മളുടെ ഗരം മസാല എങ്ങനെ വീട്ടിൽ ഏറ്റവും പ്യൂറസ്റ്റ് ഫോം ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. നമ്മളുടെ കിച്ചണിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെറിയ സ്കെയിൽ ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു പാത്രം വെച്ച് സീറോ ഔട്ട് ചെയ്തു. പെരിഞ്ചീരകം നമ്മളൊരു 60 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് ഹാൻഡ് ബ്ലെൻഡറിന്റെ ജാറിലേക്ക് ഇടുകയാണ് നമ്മൾ. ഓക്കെ, നമ്മളെപ്പോഴും ഗ്ലൗസ് ഇട്ട് ഇത് മെഷർ ചെയ്യാൻ നോക്കുക, കാരണം നമ്മളുടെ കൈ തട്ടുന്ന വഴി നമ്മളുടെ ഇത് കണ്ടാമിനേറ്റ് ആവാൻ വഴിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ ഗ്ലൗസ് ഇട്ട് ചെയ്യാൻ നോക്കാം. ഗ്രാമ്പ് നമ്മൾ ഒരു 20 ഗ്രാം ഇടുകയാണ്. ഏലക്ക നമ്മളൊരു 20 ഗ്രാം എടുക്കുകയാണ്. അടുത്തതായിട്ട് കറുവപ്പട്ട 20 ഗ്രാം. അടുത്തതായിട്ട് സ്റ്റാർ അനീസ് 5 ഗ്രാം. ബ്ലാക്ക് കാർഡമം, കറുത്ത ഏലക്ക നമ്മളൊരു 5 ഗ്രാം എടുക്കുകയാണ്. നട്ട്മെഗ് അല്ലാന്നുണ്ടെങ്കിൽ ജാതിക്കായ 5 ഗ്രാം. 2 ഗ്രാം ബേ ലീഫ്. ക്യുമിൻ സീഡ്സ് അല്ലെങ്കിൽ ജീരകം 10 ഗ്രാം. കുരുമുളക് ഒരു 10 ഗ്രാം. അടുത്തായിട്ട് ജാതിപത്രിയാണ്. ജാതിപത്രി ഞാൻ നേരത്തെ പൊടിച്ച് റെഡിയാക്കി വെച്ചിരുന്നതാണ്. ജാതിപത്രി 5 ഗ്രാം. അപ്പോൾ അടുത്തായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. നമ്മൾ മെഷർ ചെയ്തെടുത്തേക്കുന്ന എല്ലാ സ്പൈസസും നമുക്ക് പാൻ വെച്ച് അതിലേക്ക് ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം. നമ്മൾ തുടർച്ചയായിട്ട് തന്നെ ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ 2 മിനിറ്റ് വരെ ഏറ്റവും സ്ലോ ഫയറിൽ നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഹാൻഡ് ബ്ലെൻഡറിന്റെ ജാറിലേക്ക് മാറ്റാം. അടുത്തായിട്ട് നമുക്ക് ഹാൻഡ് ബ്ലെൻഡർ എടുത്ത് ഇത് കണക്ട് ചെയ്തതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ ഗരം മസാല ഇവിടെ നല്ല രീതിയിൽ പൊടിഞ്ഞെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് എയർ ടൈറ്റ് ഉള്ള ഒരു ചില്ലിൻ്റെ പാത്രത്തിലേക്ക് നമുക്കിത് ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെ നമ്മളുടെ ഗരം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുമാതിരത്തെ കുക്കിംഗ് വീഡിയോ ടിപ്സ് ആൻഡ് ട്രിക്സ് കാണുവാനായിട്ട് എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ ഹോം പേജിൽ വരുന്നതായിരിക്കും. Until I see you with a different video, bye bye.